ഹായ്. ഡെലിവറിക്ക് ശേഷം വയറ് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ വയറ് ചാടുന്ന മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അവർക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ വയറ് നല്ല ടൈറ്റ് ആയി കെട്ടി വെച്ചിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും പറഞ്ഞു കേൾക്കില്ല, നമ്മൾ കുറ്റപ്പെടുത്തലും ഇപ്പൊ നമ്മൾ കോമൺലി കേൾക്കുന്നുണ്ടാവും മിക്കവരും തന്നെ വീട്ടിൽ. എന്നാൽ ഈ അബ്ഡോമൽ ബൈൻഡിങ്ങും വയറ് ചാടലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. പണ്ടത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ ഇന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അവരുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി മെയിൻ ആയിട്ട് യൂട്രസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന വയറായിരിക്കും. അവരുടെ വയറിൽ പഴയത്തൊക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ അവർ നല്ല ആയാസമുള്ള പണികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ അബ്ഡോമൽ മസിൽസ് ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഒരു ആഫ്റ്റർ ഡെലിവറി ഒരു 6 വീക്സ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ യൂട്രസ് നോർമൽ സൈസിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു 40 ഡേയ്സ് പ്രോപ്പർ റെസ്റ്റ് ഒക്കെ എടുത്ത് വയറൊക്കെ കെട്ടിവെച്ച് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും അവർ വയറൊക്കെ പോയി ബാക്ക് ടു നോർമൽ ആയി കാണും. അപ്പൊ അവർ വിചാരിക്കും ഇത് വയറ് കെട്ടിയോണ്ടാണ് ഇങ്ങനെ നോർമൽ ആയെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ അങ്ങനെ കാര്യമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അബ്ഡോമൻ മസിൽസ് ഒക്കെ ഭയങ്കര വീക്കുമാണ്. അത് വീക്കായതുകൊണ്ട് തന്നെ അകത്തുനിന്നുള്ള വയറ് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടാവുന്ന വയറാണിത്. സോ ഇത് വെറുതെ മൈൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ കുറയില്ല. നമ്മൾ പ്രോപ്പർ ഡെലിവറി കഴിയുമ്പോൾ തന്നെ പ്രോപ്പർ ഡയറ്റും നല്ല കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഈ വയറ് കുറയുകയും ചെയ്യില്ല. സോ ഇനി ഡെലിവറി കഴിയുമ്പോൾ തന്നെ ശ്വാസം മുട്ടണ പോലെ വയറ് കെട്ടി വെച്ചില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വേഗം അയച്ചു കൊടുത്തോളൂ. പിന്നെ ഈ ഡെലിവറിക്ക് ശേഷം എന്തിനു വേണ്ടിയിട്ടായിരിക്കും അബ്ഡോമൽ ബൈൻഡ് ചെയ്യുന്നത് പറയുന്നത്, അതെന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.